ഭിന്നത വ്യക്തമാക്കി പി.ജെ. ജോസഫ് 2 സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. മത്സരിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം അറിയിച്ചു. നിഷയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചതല്ലെന്നും ജോസഫിന്റെ ഒളിയമ്പ്. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, പി.ജെ. ജോസഫ് തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 2 സീറ്റെന്ന ആവശ്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യം പല കുറി പറഞ്ഞ അദ്ദേഹം ഇന്നും അതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് നാളെ UDFന്റെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കുന്നു. ഈ വേളയിലും നിലപാട് ശക്തമായി തന്നെ അദ്ദേഹം ഉന്നയിക്കുകയാണ്. 2 സീറ്റ് വേണമെന്നത് നിലവിലുള്ള കോട്ടയത്തിന് പുറമെ ചാലക്കുടിയോ അല്ലെങ്കിൽ ഇടുക്കിയോ ആണ് വേണ്ടത്. ഈ 2 സീറ്റ് കൂടി പാർട്ടിക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് എന്നും താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യവുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കോട്ടയം സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഉയർന്നു വരുന്ന പേര് ജോസ് കെ മാണിയുടെ ഭാര്യയായിട്ടുള്ള നിഷ ജോസ് കെ മാണിയുടെ നാമമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് പി.ജെ. ജോസഫ് MLA പറഞ്ഞത് 2 സീറ്റ് ലഭ്യമാവുന്നതിൽ കോട്ടയത്തെ സീറ്റ് സംബന്ധിച്ചുള്ള സീറ്റിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതും അത്തരം കാര്യങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല, അതെല്ലാം തന്നെ പൂർവ്വഹാപോഹങ്ങൾ മാത്രമാണ് എന്നുള്ള വിധത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് പി.ജെ. ജോസഫ് പ്രതികരിച്ചത്. നേരത്തെ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്തുള്ള വ്യക്തത ഒരു വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത വ്യക്തമാക്കുന്നത് ഈ കേരള യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു. ജോസ് കെ മാണി നയിച്ച കേരള യാത്രയ്ക്കിടയിൽ ഉണ്ടായിട്ടുള്ള അവ്യക്തതകളും അതോടൊപ്പം തന്നെ ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും പി.ജെ. ജോസഫ് പ്രതികരിച്ചിരുന്നു. അതേ രീതിയിലേക്ക് തന്നെ ഇപ്പോൾ കോട്ടയത്തെ സീറ്റ് ചർച്ച സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും എത്തുന്നു എന്നും പി.ജെ. ജോസഫിനെ അറിയിക്കാതെ ഇത് സംബന്ധിച്ച് മാണി ഗ്രൂപ്പിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവുമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നിരുന്നാലും ഈ ഒരു ഘട്ടത്തിലും നിഷ ജോസ് കെ മാണിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ലായെങ്കിലും മാണി ഗ്രൂപ്പ് ഉയർത്തുന്ന ഒരു നാമം അവരുടേത് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ 2 സീറ്റ് വേണമെന്നുള്ള ആവശ്യം ശക്തമാക്കുന്നതിനോടൊപ്പം തന്നെ താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്നും 91 മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോയതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കാൻ ഒരുക്കമാണ്, പാർലമെന്റ് അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ള ഇപ്പോഴത്തെ ഒരു സീറ്റ് എന്നത് കോട്ടയമാണ്. ഇപ്പോൾ ആ കോട്ടയത്തേക്കാണ് നിഷ ജോസ് കെ മാണിയുടെ പേര് ഉയർന്നു വരുന്നത്. ഒരേ ഒരു സീറ്റ് മാത്രം ലഭ്യമാവുകയാണ് എങ്കിൽ ഒരുപക്ഷെ പി.ജെ. ജോസഫ് കോട്ടയത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു. അതിന്റെ കൂടെ ഭാഗമായിട്ട് വേണം ഇന്ന് അദ്ദേഹം പാർലമെന്റ് അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമാക്കിയത്. അതുകൂടി ആ ഒരു സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1971 കേരള കോൺഗ്രസ് പാർട്ടിക്ക് 3 സീറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അത് 2 സീറ്റായി കുറയുകയും 84 വീണ്ടും 3 സീറ്റ് ലഭ്യമാവുകയും ചെയ്തു. പിന്നീട് പാർട്ടി പിളർന്നപ്പോഴും 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇടതു മുന്നണിയിൽ 1 സീറ്റും ഇടതു മുന്നണിയിൽ 1 സീറ്റും. പിന്നീട് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പുമായി ചേർന്ന് കേരള കോൺഗ്രസ് എമ്മായി ഒരുമിച്ചപ്പോൾ ആ സീറ്റാണ് പിന്നീട് 1 ചുരുങ്ങിയത്. ആ 1 ചുരുങ്ങിയ സീറ്റ് ഇപ്പോൾ പാർട്ടിയുടെ ഒരു ശക്തി കാണിക്കുന്നതിന് കൂടി ആവശ്യമാണ് 2 സീറ്റ് ലഭ്യമാവുക എന്നതും അതോടൊപ്പം തന്നെ ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന്റെ ആവശ്യപ്രകാരമാണ് നടപ്പാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം 1 സീറ്റ് മാത്രം ലഭ്യമാകുമ്പോൾ പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള മാണി നിശ്ചയിക്കുന്നവർ മാത്രമാണ് സ്ഥാനാർത്ഥിയാവുന്നത്. അത് പലപ്പോഴും കോട്ടയത്ത് ജോസ് കെ മാണിയായിരുന്നതും അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ മാണി നിശ്ചയിക്കുന്നവർ മാത്രമാണ് ആകുന്നത്. അതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഉള്ള നേതാക്കൾക്കാർക്കും തന്നെ ഒരു നല്ല സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനം ജോസഫ് ഗ്രൂപ്പിനകത്തു നിന്നും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് 2 സീറ്റ് വേണമെന്നും താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യവും പി.ജെ. ജോസഫ് MLA തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 സീറ്റ് വേണമെന്നുള്ള കാര്യം AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന നിർണായകമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും 2 സീറ്റ് വേണം എന്നുള്ളതും താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പല കുറി പറഞ്ഞ അദ്ദേഹം നാളത്തെ നിർണായക ചർച്ചയ്ക്കിടെ വീണ്ടും ഇതേ ആവശ്യം തന്നെയാണ് ആവർത്തിച്ച് ഉന്നയിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം നിലവിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടുള്ള 3ാമത്തെ സീറ്റും കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ള 2ാമത്തെ സീറ്റും നിലവിൽ നൽകേണ്ടതില്ല എന്നും അവിടെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അത്തരം ഒരു കാര്യങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ ഈ ആവശ്യം വീണ്ടും ശക്തമാക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സീറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഈ ഒരു ആവശ്യം 2 സീറ്റ് വേണമെന്നുള്ള ആവശ്യം ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യവും PJ ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ മുതൽ തന്നെ മുസ്ലിം ലീഗിന് 2 സീറ്റ് മാത്രമാണ് ലഭ്യമായിരുന്നത്. എന്നാൽ അങ്ങനെയായിരുന്നില്ല. കേരള കോൺഗ്രസിന് നേരത്തെ 3 സീറ്റ് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്ന 2ാമത്തെ സീറ്റ് നൽകാൻ UDF നിർബന്ധിതരാണ്. കോൺഗ്രസ് അത് സംബന്ധിച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യവും PJ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നാളത്തെ ചർച്ച ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും കോട്ടയത്തെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മാണി ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യം PJ ജോസഫ് തന്നെ തുറന്നു പറയുന്നത് ഇത് ആദ്യമാണ്. മത്സരിക്കാൻ താൻ ഒരുക്കമാണ്, പാർലമെന്റ് അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി ഒരേ ഒരു സീറ്റ് മാത്രമാണ് കേരള കോൺഗ്രസിന് നാളത്തെ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാവുന്നത് എങ്കിൽ ആ ഒരു സീറ്റ് കോട്ടയമാവുകയും ആ കോട്ടയം ആണ് എങ്കിൽ അവിടെ മത്സരിക്കാൻ താൻ ഒരുക്കമാണ് എന്നുള്ള കാര്യവും PJ ജോസഫ് പരോക്ഷമായി ഇന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുള്ള ഭിന്നത കൂടുതൽ മറന്നീക്കി പുറത്തു വരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും തന്നെ പാർട്ടിയുടെ ചെയർമാൻ മാണിയോ വൈസ് ചെയർമാൻ ജോസ് മാണിയോ അറിയിക്കുന്നില്ല എന്നുള്ള കാര്യം PJ ജോസഫ് പ്രതികരിച്ചിരുന്നതാണ്. പ്രധാനമായും ജോസ് മാണി നടത്തിയിട്ടുള്ള കേരള യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നത്, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നത്. കേരള യാത്ര നടത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്ന ഒരു സാഹചര്യം, പിന്നീട് പല ഇടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളും അദ്ദേഹം മാറി നിന്നിരുന്നു. സമാപന സമ്മേളനത്തിൽ ഉൾപ്പെടെ PJ ജോസഫ് മാറി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കേരള കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള തൊടുപുഴ മണ്ഡലത്തിൽ ഈ കേരള യാത്ര എത്തിയപ്പോൾ വളരെ ചുരുക്കം പേർ മാത്രമാണ് ഈ പരിപാടി എത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ PJ ജോസഫ് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്ന PJ ജോസഫ് എത്തിയത് എല്ലാവരും വ്യക്തമാണ്. സമീറാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് PJ ജോസഫ് അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 സീറ്റ് വേണമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. വിവരങ്ങളാണ് സമീർ നൽകിയത്. പെരിയ കല്യാട്ട് കോൺഗ്രസ് ഭീകരത തുടരുന്നു. CPM പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാനാകുന്നില്ല. 15ഓളം വീടുകൾ പൂർണ്ണമായും തകർത്തു. പെരിയ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ച് പോലീസ് തടയുന്നു. ഡീൻ കുര്യാക്കോസ് ആണ് ഉദ്ഘാടകൻ. സമരം സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന സ്ഥിതിയുണ്ട്. വിവരങ്ങളുമായി സണ്ണി ചേരുന്നുണ്ട്. സണ്ണി, പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ഒരു അക്രമമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മുഖ്യമന്ത്രിക്ക് നേരെ വരെ വധഭീഷണി ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടുത്തെ സ്ഥിതി എന്താണ്? പെരിയ കല്യാട്ട് കോൺഗ്രസ് ഭീകരത തുടരുകയാണ്. CPM പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാനാകാത്ത സ്ഥിതിയാണ്. 15ഓളം വീടുകൾ പൂർണ്ണമായും തകർത്തു. പെരിയ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ച് പോലീസ് തടയുന്നു. ഡീൻ കുര്യാക്കോസ് ആണ് ഉദ്ഘാടകൻ. ഇപ്പോൾ വിവരങ്ങളുമായി സണ്ണി ചേരുന്നുണ്ട്. സണ്ണി, പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിലുള്ള അക്രമമാണ് കോൺഗ്രസ് അഴിച്ചുവിടുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരെ പോലും വധഭീഷണി ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്താണ്? അവന്തിക കാസർഗോഡ് ജില്ലയിലെ പെരിയ ഗ്രാമപഞ്ചായത്തിലെ കല്യോട്ട് മേഖല കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പോ CPM പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ വീടുകളിൽ കഴിയാൻ കഴിയാത്ത നിലയിൽ കൊലവിളിയുമായി അക്രമി സംഘം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ 2 കുടുംബങ്ങൾക്ക് പൂർണ്ണമായി അവരുടെ വീടുകൾ കത്തിച്ച് നശിപ്പിച്ചു. പക്ഷെ ആ വീട്ടിലേക്ക് മടങ്ങി വരാൻ വീട്ടുപകരണങ്ങൾ മുഴുവൻ കത്തിച്ച് നശിപ്പിച്ചു, കൊള്ളയടിച്ചു, കൊള്ളിവയ്പ് നടത്തി. ശാസ്ത ഗംഗാധരൻ, ഓമനക്കുട്ടൻ എന്നീ കല്യോട്ട് ടൗണിനോട് ചേർന്നുള്ള കോൺഗ്രസ് സ്വാധീന മേഖലയുള്ള കുടുംബങ്ങളാണ്. CPM പ്രവർത്തകരാണ് ഇവർ, അനുഭാവി കുടുംബങ്ങളൊക്കെയാണ്. ബന്ധുക്കൾ കുടുംബത്തോടെ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യമാണ്. കത്തി നശിച്ച വീടിന്റെ ബാക്കി ഭാഗങ്ങൾ അത് പിന്നെ അവിടെ താമസം പുനരാരംഭിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൊലവിളിയുമായി
ഇവിടെ CPM പ്രവർത്തകരെ ഇവിടെ താമസിക്കാനേ അനുവദിക്കില്ല എന്ന നിലയിലുള്ള ഭീഷണിയുമായി നടക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം പി കരുണാകരൻ MPയുടെ നേതൃത്വത്തിൽ അവിടെ CPMന്റെ പ്രമുഖ നേതാക്കൾ സന്ദർശനം നടത്തിയപ്പോഴും അവിടെ പ്രവേശിക്കാൻ കല്യോട്ടേക്ക് CPMകാർ വരാൻ പാടില്ല എന്ന നിലയിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു. അവിടെ അക്രമത്തിനും MPയെ തടയാനൊക്കെയുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷെ പോലീസിന്റെയും തന്ത്രപൂജിതമായ ഇടപെടലും അതുപോലെ നേതാക്കളുടെ സംയമനവും കാരണമാണ് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവായത്. പിന്നീട് ഇപ്പോഴും ആ ഭീഷണി ഒരു ഭീകരത നിലനിൽക്കുകയാണ്. അതുപോലെ കേസിൽ 1-ാം പ്രതിയായി വന്നിരിക്കുന്ന പീതാംബരന്റെ സഹോദരൻ രാജനും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ താമസിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒരു തരത്തിന് ഭാഗമാക്കല്ല. അതുപോലെ പീതാംബരന്റെ കുടുംബത്തിനും ആ വീട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ആ വീട് കോൺഗ്രസ് പ്രവർത്തകർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. ഈ നിലയില് CPM അനുഭാവികൾക്കും പ്രവർത്തകർക്കും കല്യോട്ട് ടൗണിലേക്കോ കല്യോട്ട് ഗ്രാമത്തിൽ അവരുടെ വീടുകളിൽ കഴിയാത്ത സാഹചര്യമാണ്. ശേഷിക്കുന്ന കുടുംബങ്ങളും ഏത് സമയത്തും അക്രമം ഉണ്ടാകുമെന്ന ആശങ്കയാണ്. CPM പ്രവർത്തകർ മാത്രമല്ല, കല്യോട്ട് ഗ്രാമത്തിലെ കുടുംബങ്ങൾ എല്ലാ വിഭാഗം ബന്ധപ്പെട്ട ആളുകളും ഒരുതരം ആശങ്കയുടെയും ഭയത്തിന്റെയും നിലയിൽ ജീവിക്കുകയാണ്. കോൺഗ്രസുകാർ പകൽ പോലും അട്ടഹസിച്ചും ചീത്ത വിളിച്ചും CPM പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് കയറാൻ അനുവദിക്കില്ല, ഇനിയും അനുവദിക്കില്ല എന്ന നിലയിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുകയാണ്. ഇതാണ് ഇപ്പോൾ കല്യോട്ട് ഗ്രാമത്തിലുള്ള സ്ഥിതി. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി CBI അന്വേഷണമാണ്, പെരിയ കൊലക്കേസിൽ CBI അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പക്ഷേ വലിയ യുവജന പങ്കാളിത്തമൊന്നും ഈ മാർച്ചിൽ കാണാൻ സാധിച്ചില്ല. 150-നും 200-നും ഇടയിൽ താഴെയുള്ള പ്രവർത്തകർ മാത്രമാണ് മാർച്ചിൽ പങ്കെടുത്തത്. അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവന്തിക. ശരി, വ്യക്തമാണ്. സണ്ണിയാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടവേള. കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ നീക്കിയതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ പുരോഗമനപരമായ നിലപാട് സ്വാഗതാർഹമെന്ന് മുഖ്യമന്ത്രി. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിലാണ് ക്ഷേത്രം പ്രസിഡന്റും SNDP യോഗം ജനറൽ സെക്രട്ടറിയും കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ആചാരങ്ങൾ കാലാനുസൃതമായി മാറ്റം വരുത്തേണ്ടതാണെന്ന് തെളിവ് സഹിതം വിശദീകരിച്ചത്. കോഴിവിട്ടുണ്ടായിരുന്നു, ആടുവിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം അനാചാരമാണ് എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം മാറ്റി. ദേവിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല, ഞങ്ങൾക്കൊരു വിരോധവും വന്നില്ല. വടയണി മാറ്റി ആറാട്ട് ആനപ്പുറത്ത് കാട്ടിക്കിടക്കുന്ന ആനയെ കൊണ്ട് മനുഷ്യരുടെ കൊണ്ടുവന്നിട്ട് പലയിടത്തും പല അപകടങ്ങളും സംഭവിക്കുന്നത് മനസ്സിലാക്കി ആറാട്ടിന് ആന വേണ്ട എന്ന് തീരുമാനിച്ച് അതിനു പകരം ആറാട്ടിന് വേണ്ടി ജീവിത തയ്യാറാക്കി മനോഹരവും സുന്ദരവുമായി ഞങ്ങൾ ഉത്സവം നടത്തുന്നു. ഒരു ദേവീ കോപം ഉണ്ടായില്ല. 82 വയസ്സുകാരനായ ഞാൻ ഇന്നും ചക്കക്കുരു പോലെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ദേവിയുടെ കാരുണ്യം കൊണ്ടാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ സ്വാഗതം ചെയ്തു. ആചാരമൊന്നും മാറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലമാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇവിടെ കോഴിവെട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. മൃഗത്തെ ബലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആചാരങ്ങളെല്ലാം മാറിയതുകൊണ്ട് ദേവിയുടെ ശക്തി കുറയുകയല്ല ചെയ്തത്. സുധാകരനെ പോലത്തെ ഒരാള് അസുഖമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാനടക്കമുള്ള ശക്തിയിലേക്ക് ദേവി ശക്തിപ്പെട്ടുവെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആചാരം ഓരോ കാലത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്, കാലാനുസൃതമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. രാവിലെ 8:30 കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിയത്. വെള്ളാപ്പള്ളിയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിനായി ക്ഷേത്രത്തിലേക്ക് പോയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 91ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടിയായി ഒലിവിയ കോൾമാൻ, മികച്ച സഹനടിയായി റെജീന കിങ് എന്നിവരെ തെരഞ്ഞെടുത്തു. മികച്ച സഹനടൻ മാർഷേല അലി, മികച്ച വിദേശ ഭാഷാ ചിത്രം റോമ, മികച്ച ചിത്രം ഇഫ് ബില സ്ട്രീറ്റ് കുഡ് ടോക്ക് എന്നിവരെ തെരഞ്ഞെടുത്തു. ഷോർട്ട് ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇന്ത്യക്കാരിക്കും ഓസ്കാർ. തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരണം അദാനിക്ക് കൈമാറാൻ നീക്കം. ഫിനാൻഷ്യൽ ബീഡിൽ അദാനി ഒന്നാമത്, KSITC രണ്ടാമത്. വിവരങ്ങളുമായി സന്തോഷ് സൊളങ്ങി ചേരുന്നുണ്ട്.
സന്തോഷ്, തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരണം അദാനിക്ക് കൈമാറാനുള്ള നീക്കമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഫിനാൻഷ്യൽ ബീഡിൽ അദാനി ഒന്നാമതെത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മറ്റു വിശദാംശങ്ങൾ കൂടി. അവന്തിക 6 വിമാനത്താവളങ്ങളാണ് സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബിഡ് 28-ാം തീയതി കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം, ചില റിപ്പോർട്ടുകൾ പ്രകാരം അദാനി ഗ്രൂപ്പിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇപ്പോൾ പ്രഥമ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. 3ാം സ്ഥാനത്ത് ഡൽഹിയുടെയും ഹൈദരാബാദിന്റെ വിമാനത്താവളങ്ങളുടെ ചുമതലയുള്ള GMR എയർപോർട്ടുമാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ പക്ഷെ പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല. അദാനി ഗ്രൂപ്പ് ഈ ഫിനാൻഷ്യൽ ബിഡിൽ ഏറ്റവും ഉയർന്ന തുക രേഖപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയ ഒരു ചട്ടപ്രകാരം KSIDCക്കാണ് പ്രഥമ പരിഗണന നൽകുക. KSIDCയേക്കാൾ കൂടുതൽ മറ്റാരെങ്കിലും ഫിനാൻഷ്യൽ ബിഡ് രേഖപ്പെടുത്തിയാൽ അവരുടെ തുക 10% മാത്രം കൂടുതലാണെങ്കിൽ, KSIDCയേക്കാൾ 10% മാത്രം കൂടുതലാണെങ്കിൽ KSDCക്ക് വീണ്ടും ഒരു ഉയർന്ന തുക കോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകും എന്നതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് 1ാം സ്ഥാനത്ത് എത്തിയാൽ പോലും പ്രഖ്യാപനത്തിൽ ചിലപ്പോൾ KSDCക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്നവർ 10% അതിൽ കൂടുതൽ വലിയൊരു തുകയാണ് അദാനി ഗ്രൂപ്പ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത KSDCക്ക് കുറവാണ്. അദാനി ഗ്രൂപ്പിന് തന്നെയായിരിക്കാം. 28-ാം തീയതി, അതായത് വ്യാഴാഴ്ച ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിക്കും. ശരി, വ്യക്തമാണ്. സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ഫാഷൻ രംഗത്തെ പുതിയ സംരംഭമായ വൈബ ബുട്ടിക് തിരുവനന്തപുരം പട്ടം മരപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകളുടെ വസ്ത്രങ്ങളിലും ആക്സസറീസ് രംഗത്തേക്കും വൈവിധ്യമാർന്ന നിരവധി ഡിസൈനുകളാണ് വൈബ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാനാനന്ദൻ, റോഷ്നി എന്നീ യുവ ഡിസൈനർമാരാണ് വൈബയുടെ പിന്നിൽ. പട്ടം മരപ്പാലത്തെ TKR റോഡിലാണ് വൈബ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.